സംഭവ സ്ഥലത്ത് നിന്ന് അൽ അമീൻ ചേരുന്നു. അമീൻ, ഇത്രയും വലിയൊരു അപകടം കേരളത്തിൽ, വെടിക്കെട്ട് അപകടം കേരളത്തിൽ ഇതാദ്യമാണ്, അല്ലെങ്കിൽ കേരളം കണ്ടിട്ടുള്ള വെടിക്കെട്ട് അപകടങ്ങളിൽ ഏറ്റവും രൂക്ഷമായത് ഇതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്? അജിത്, രാത്രി 12 മണിയോടുകൂടിയാണ് ഇവിടെ കമ്പക്കെട്ട് തുടങ്ങിയത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനുവേണ്ടി സമ്മേളിച്ചിരുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ഇതിനുവേണ്ടി ഒഴുകിയെത്തിയത്. ഇന്ന് രാത്രി 7 മണിയോടുകൂടി തന്നെ ഈ പരിസര പ്രദേശം മുഴുവൻ കമ്പക്കെട്ടിന് സാക്ഷികളാകാൻ എത്തിയവരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 12 മണിക്ക് തുടങ്ങിയ കമ്പക്കെട്ട് ഏതാണ്ട് 4:30 അമീൻ, അല്പസമയം തുടരുക. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടതിനു ശേഷം बीजेपी अध्यक्ष अमित शाह लोग अभी भी अपने जीवन के लिए संघर्ष कर रहे हैं। मैं अभी मेडिकल कॉलेज अस्पताल में जाकर आया। जो लोग घायल हैं, जिनका ट्रीटमेंट चल रहा है, उन सब का हाल जाना है। डॉक्टर्स के साथ चर्चा भी हुई। भारतीय जनता पार्टी के करोड़ों कार्यकर्ताओं की ओर से ये हादसे के लिए हम सब भाजपा के कार्यकर्ता गहरी संवेदना व्यक्त करते हैं। जिन लोगों की इस हादसे में जान गई है, इनके प्रति, उनके परिवार के प्रति दुख और शोक का भाव व्यक्त करते हैं और ईश्वर से यही प्रार्थना करते हैं कि जो लोग अभी भी अपने जीवन के लिए संघर्ष कर रहे हैं, उनको ईश्वर തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അമീനിലേക്ക് ഒരിക്കൽ കൂടി. അമീൻ, തുടരുക. അജിത്, അത്തരത്തിൽ നിരവധി പേരാണ് ഇന്നലെ രാത്രി മുതൽ ഇവിടെ സമ്മേളിച്ചിരുന്നത്. ഏതാണ്ട് 4:30 കമ്പക്കെട്ട് അവസാനിക്കേണ്ടതായിരുന്നു. 3 കൂടിയാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. അതായത് കമ്പക്കെട്ട് അവസാനിക്കുന്നതിന് 1 മണിക്കൂർ, കഷ്ടിച്ച് 1 മണിക്കൂർ മാത്രം അവശേഷിക്കുകയാണ് ഈ ദുരന്തമുണ്ടായത്. 2 പേരായിരുന്നു മത്സര കമ്പക്കെട്ടിനായിട്ട് അനുമതി തേടിയിരുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടം ഇത് നിഷേധിച്ച് ക്ഷേത്ര ആചാരപ്രകാരമുള്ള വെടിക്കെട്ട് നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം കൊടുത്തു. എന്നാൽ 2 പേർ അനുമതി തേടിയിരുന്നു. എന്നാൽ അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിൽ ഒരു ടീമാണ് ഇതിനുവേണ്ടി അനുമതി തേടിയ ഒരു ടീമാണ് ഇത്തരത്തിൽ കമ്പക്കെട്ട് നടത്തിയത്. മറ്റൊരു ടീമിന്റെ കമ്പക്കെട്ടിന് വേണ്ടിയുള്ള പടക്കശേഖരങ്ങൾ കമ്പപ്പുരയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഈ കമ്പക്കെട്ട് അവസാനിക്കാറായ വേളയിലാണ് ഈ കമ്പപ്പുരയ്ക്ക് തീ പിടിച്ചുകൊണ്ട് ദാരുണമായിട്ടുള്ള സാഹചര്യം സംജാതമായത്. നിരവധി പേർ ഇത്തരത്തിൽ കമ്പക്കെട്ട് കണ്ടു നിൽക്കുകയായിരുന്നു. ഈ ദുരന്തമുണ്ടായപ്പോഴും ഇതിന് സാക്ഷികളായിട്ടുള്ളവർ വിചാരിച്ചിരുന്നത് കമ്പക്കെട്ടിന്റെ ഭാഗമാണ് ഇതെന്നാണ്. ഒരു സ്ഫോടനമായി അവർ ഇതിനെ വിലയിരുത്തിയില്ല. കാരണം അത്ര ഭീകരമായിട്ടുള്ള, ഭയാനകമായിട്ടുള്ള സ്ഫോടക ശബ്ദങ്ങളോടുകൂടി ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് ദുരന്തമാണ്, ഒരു പൊട്ടിത്തെറിയാണ് എന്നുള്ളത്. അതോടുകൂടി തന്നെ, സംഭവം നടന്നതോടുകൂടി തന്നെ ഇവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഇവിടെ ഇരുൾ കൊണ്ട് മൂടുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. പരിസര പ്രദേശത്ത് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾക്ക് പോലും സാരമായി പരിസരത്തിയിട്ടുണ്ട്. പല കെട്ടിടങ്ങളും അത്തരത്തിൽ തകരുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഉഗ്ര സ്ഫോടനത്തിന്റെ സാഹചര്യം ഉണ്ടായതോടുകൂടി ആർക്കും സുരക്ഷാ പ്രവർത്തനങ്ങൾക്കോ മറ്റോ ഇങ്ങോട്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായി. ശേഷം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ ഫയർ എഞ്ചിനുകൾ ഇവിടെ വന്ന് ഈ പ്രദേശം തണുപ്പിച്ചതിനു ശേഷം മാത്രമാണ് സുരക്ഷാ ജീവനക്കാർക്ക്, സുരക്ഷാ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് കടക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഈ പുകപ്പുര കോൺക്രീറ്റ് തൂണുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പുകപ്പുര ഓട് മേഞ്ഞ് കോൺക്രീറ്റ് തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പുകപ്പുരയാണ്. ഇതിന്റെ പരിസരത്തും നിരവധി പേർ തമ്പടിച്ചിരുന്നു കമ്പക്കെട്ട് കാണുന്നതിനായിട്ട്. ഒരു ഇടുങ്ങിയ പ്രദേശമായതുകൊണ്ട് തന്നെ കമ്പക്കെട്ട് നേരിട്ട് കാണുന്നതിനായി നിരവധി പേർ ക്ഷേത്ര പരിസരത്തും ഈ കമ്പപ്പുരയ്ക്ക് സമീപത്തുമായി തമ്പടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് ഈ ദുരന്തത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റി. പൊള്ളലേറ്റതിനേക്കാൾ കൂടുതൽ പരിക്കേറ്റത് ഈ കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണും അതുപോലെ തന്നെ ചീളുകൾ തെറിച്ചുമൊക്കെയാണ് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ വരെ ഇതിന്റെ ചീളുകൾ തെറിച്ചു വീണതായി പറയുന്നു. അത്തരം ദാരുണമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിരവധി പേർ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെടുകയും ചെയ്തു. രാവിലെ ഇരുളായതിനാലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതിനാലും അപകടത്തിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, ഏതായത് കമ്പക്കെട്ടിനായി കരുതിയിരുന്ന വെടിക്കോപ്പുകളിൽ പടക്കശേഖരങ്ങളിൽ ഏതാണ്ട് 70% കത്തിത്തീർന്നിരുന്നു. മാത്രമല്ല, കമ്പക്കെട്ട് അവസാനിക്കാറായതുകൊണ്ട്
പലരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിന്റെ തോത് നിലവിൽ നിന്ന് കുറഞ്ഞു എന്ന് തന്നെ പറയാം. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ ഇരട്ടി ആകുമായിരുന്ന ഒരു ദുരന്തമാണ് ഒഴിഞ്ഞു പോയത്. എന്നിരുന്നാൽ പോലും കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി നൽകിയില്ല. അവർ അനുമതി റദ്ദാക്കിയെങ്കിൽ പോലും ആ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ക്ഷേത്ര ഭരണസമിതി ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മത്സര കമ്പക്കെട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് പരിസരവാസികൾ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം അതിന് അനുമതി നിഷേധിച്ചിരുന്നത്. കമ്പക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു എന്ന് പറയുമ്പോഴും സംഘാടകർ പുറത്തിറക്കിയ നോട്ടീസിലും അതിന്റെ പ്രചരണ ഉപാധികളിലും ഒക്കെ തന്നെ കമ്പക്കെട്ട് എന്ന് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. സുരക്ഷാ വീഴ്ച ഇതിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ കമ്പക്കെട്ടിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പോലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിട്ട് മൂലം അതിനെ നിയന്ത്രിക്കുന്നതിനോ കമ്പക്കെട്ട് ഉണ്ടാകുമെന്ന ഒരു വിവരം ലഭ്യമായി അല്ലെങ്കിൽ വിവരം തിരിച്ചറിഞ്ഞ് അത് നിയന്ത്രിക്കുന്നതിനോ തടയുന്നതിനോ പോലീസിനോ ഭരണകൂടത്തിനോ സാധിച്ചില്ല എന്നുള്ളത് തീർത്തും വീഴ്ച തന്നെയാണ്. അനുമതി നിഷേധിച്ചു എന്നുള്ള ഒരു സാങ്കേതിക കാരണത്തിൽ ഊന്നി അധികൃതർക്ക് നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇവിടെ സംഭവ സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സർക്കാരിനെതിരെയും ഭരണപക്ഷത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ, ടി ദിവാകരൻ, ബി.ജെ.പി നേതാവ് ഒ രാജഗോപാൽ അടക്കമുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചപ്പോഴും കോൺഗ്രസിന്റെ ഭരണകക്ഷിയുടെ ഉന്നതരായ നേതാക്കൾ ഇടപെട്ടാണ് കമ്പക്കെട്ടിനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നൊരു ആരോപണം ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. ഏതായിരുന്നാലും തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിലേക്ക് രാഷ്ട്രീയം കൂടി കടന്നു വരികയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കൊല്ലം ഗസ്റ്റ് ഹൗസിൽ പ്രത്യേക അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തും, എന്തെല്ലാം നടപടികൾ ഇനി സ്വീകരിക്കണം, ഏത് രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിൽ അതിലൊരു തീരുമാനമുണ്ടാകും. സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ഭരണകക്ഷി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഒരു ശരി അമീൻ തുടരുക. ഇപ്പോൾ നാരായണൻകുട്ടിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. ശ്രീ നാരായണൻകുട്ടി, ക്ഷമിക്കണം വൈകിയതിൽ. ഇവിടെ മലബാറിൽ നടക്കുന്ന പൂരങ്ങൾ, ഉത്സവങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടുകൾ, തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടുകൾ, ഇവയുടെ നടത്തിപ്പിലും സംഘാടനത്തിലുമെല്ലാം വ്യത്യസ്തതകളുണ്ടാകാം. പക്ഷേ ഈ കൊല്ലം പരവൂർ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിരോധന ഉത്തരവ് നിലനിൽക്കെ ക്ഷേത്രം ഭാരവാഹികൾ ആ ഉത്തരവ് മറികടന്നാണ്, അല്ലെങ്കിൽ അതിനെ അവഗണിച്ചാണ് ഈ കമ്പക്കെട്ട് മത്സരം നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാഥമിക പരിശോധനയിൽ ഇവിടെ പിഴവ് ആരംഭിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ? തീർച്ചയായും. കാരണം ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അവിടെ ഒരു വിഭാഗത്തിന്റെ വെടിക്കെട്ട് 70% കത്തിച്ചു തീർന്നു. രണ്ടാമത്തെ വിഭാഗത്തിനാണ് പെർമിഷൻ കിട്ടാത്തത്. അവരുടെ വെടിക്കെട്ട് പൂർണ്ണമായിട്ടും ഈ മാഗസിൻ, അതായത് ഇത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചത്. നേരെ മറിച്ച് അവർക്ക് കൂടി പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കത്തിക്കുന്ന അതേ സമയത്ത് തന്നെ അവരും അപ്പുറത്ത് കത്തിക്കും, അത് ഒഴിവായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ചെറിയ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ ഇനി നിങ്ങൾ വെടിക്കെട്ട് കത്തിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അവരോട് പറയാനുള്ള ഒരു കാരണം ഇതാണ്, ഇത് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാനോ ഇത് ഡിസ്മാൻഡിൽ ചെയ്യാനോ പറ്റാത്ത ഒരു സാധനങ്ങളാണ് ഈ എക്സ്പ്ലോസീവ്. അതുകൊണ്ട് ഇവിടെ കത്തിച്ച് തീർക്കുന്നതായിരിക്കും ഇത് അഭികാമ്യം. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പെർമിഷൻ തരണമെന്നാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോട് പറയാറ്. പിന്നെ വേറൊരു കാര്യം, ഈ അവസാന നിമിഷം ഇതിന് പെർമിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് ഇതെല്ലാം സംഘാടകർ കാശ് പിരിച്ച് ഇത് ഏൽപ്പിച്ച് ഇതെല്ലാം നോട്ടീസും എല്ലാം അടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വെല്ലിന് അഡ്വാൻസ് ആയിട്ട് 2 മാസം മുമ്പൊക്കെ ഇതിനുള്ള പെർമിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഇത് വൈകിച്ചിട്ട് ലാസ്റ്റ് മൂമെന്റ് അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ തലേ ദിവസം ആണ് ഇത് കൊടുക്കുന്നത്. അതിന്റെ മുമ്പായിട്ട് ഈ സാധനങ്ങളെല്ലാം ഈ സ്റ്റോറിൽ എത്തിക്കാണും. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വെടിക്കെട്ട് നിരോധിക്കുന്ന ഒരു അമ്പലത്തിലെ വെടിക്കെട്ട് നിരോധിക്കാൻ അവിടെ നടത്താൻ പറ്റുന്നത് അത് അഡ്വാൻസ് ആയിട്ട് അവിടെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നടത്തരുതെന്ന് സംഘാടകരെയും ഇത് ഏറ്റെടുത്ത ലൈസൻസിയും അറിയിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ പരിപൂർണമായിട്ട് അതിനോട് യോജിക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം മൗനാനുഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ പറ്റുന്ന വീഴ്ചകളാണ്. ഞാൻ പറഞ്ഞുതരാം, കൊല്ലത്ത് നിങ്ങൾ മനസ്സിലാക്കിയില്ല, കൊല്ലത്ത് മലനട എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഇതേമാതിരി സമാനമായ ഒരു സംഭവം മുമ്പുണ്ടായിട്ട് 12 പേരോ 13 പേരോ മരിച്ചിട്ടുണ്ട്. ആ അമ്പലത്തിൽ ഇക്കൊല്ലാണ് വീണ്ടും 10-25 വർഷത്തിന് ശേഷം ഈ കൊല്ലാണ് അവിടെ വെടിക്കെട്ട് നടന്നത്. അവിടെ വെടിക്കെട്ട് നിരോധിച്ചിരിക്കുകയായിരുന്നു. ഇതേ സമാനമായ സംഭവമാണ് അവിടെ പണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാശൊക്കെ അടച്ചിട്ട് ഇതിന്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ഇത് വെള്ള അഡ്വാൻസ് ആയിട്ട് ഒരു 4-5 ദിവസം മുമ്പ് ഈ ഡിസ്പ്ലേ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈസൻസിക്കും ഈ കമ്മിറ്റിക്കാർക്കും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ധൈര്യമായിട്ട് ചെയ്യണം. പക്ഷെ അവിടെ
പരിപൂർണമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ അധികാരികൾ അവിടെ പോയിട്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഈ പറഞ്ഞ നിബന്ധനകൾ ഇവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും പല ആൾക്കാരും ഇത് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് മുഴുവൻ ലൈസൻസുകളുടെ മാത്രം ഇത് ഉത്തരവാദിത്തമായിട്ട്, അല്ലെങ്കിൽ ഒരു ലൈസൻസിയുടെ മാത്രം ഉത്തരവാദിത്തം. നമ്മളവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടും, ജീവപര്യന്തം അവരവിടെ കിടക്കുന്നല്ലാണ്ട് ഇതിൽ വേറെ വലിയ ഇതൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഇത്രയും നിരുത്തരവാദപരമായിട്ട് കാര്യങ്ങൾ നടന്ന ഒരുപാട് ആൾക്കാർ ജീവൻ അപകരിച്ച ഒരു സംഭവം മേലിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് സമൂഹത്തിനോടുള്ള പ്രതിജ്ഞ ഉള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ശരി, നാരായണൻ, മടങ്ങിയ താങ്കളിലേക്ക് ഒരു ചെറിയ ഇടവേള.